ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ നടക്കുകയാണ്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ടാഗോർ തിയേറ്ററിലാണ്. ടാഗോർ തിയേറ്ററിലെ ആൾക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ സിനിമ കാണാനായിട്ടുള്ള ദ്രുതഗതിയിൽ അടുത്ത ക്യൂടെ നിറഞ്ഞു. പക്ഷെ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ അമ്മയിലും ഞാൻ അംഗമാണ് കേട്ടോ. അപ്പൊ ചില്ലയിലും ഞാൻ അംഗമാണ്. ചില്ലയിലെ ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. ചില്ല എന്ന് പറഞ്ഞാല് പിന്നെ ഓട്ടിസവും മറ്റു മാനസിക അമ്മയുടെ ഒരു സ്റ്റാൾ ഇവിടെയുണ്ട്. ആ അമ്മയുടെ ഒരു മെമ്പറാണ് ഞാൻ. അമ്മയുടെ സ്റ്റാളിൽ ചില്ല എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക്, ഒരു സൊസൈറ്റിക്ക് ഒരു ഇടം നൽകിയിരിക്കുകയാണ്. ചില്ലയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ. ചില്ല എന്ന് പറഞ്ഞാല് ഓട്ടിസവും മറ്റ് മാനസിക വൈകല്യവുമുള്ള കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു അപ്പം ഇത്തരം കുട്ടികളെ പ്രത്യേകിച്ച് പിന്നെ എന്താണ് സാമ്പത്തികമായി വരുമാനം കുറഞ്ഞവർ, അവർക്ക് സാധാരണ 18 വയസ്സായ കുട്ടികൾ 18 വയസ്സ് വരെ വിദ്യാലയങ്ങളിൽ അവരെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ അവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാൽ ഇവരെ ലീഡറുകളിൽ ശരണം പ്രാപിക്കുകയാണ്. 4 ചുവരുകൾക്കുള്ളിലാണ് അവരുടെ ഏക ആശ്രയം. അപ്പോ അത്തരം കുട്ടികളെ വീട്ടിൽ നിന്നും മുക്തരാക്കി നമ്മൾ അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് അവരുടെ ആ സ്കില്ല് എന്താണ് അവരിൽ നിന്നും തെളിഞ്ഞു വരുന്നത്, ആ ഒരു പിന്നെ മേന്മയെ നമുക്ക് എങ്ങനെ വരുമാന മാർഗമാക്കി കൊടുക്കാം എന്ന് ഞങ്ങൾ നോക്കുകയാണ്. അപ്പോ ഏതെങ്കിലും കമ്പനികളിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ തന്നെ പല സ്ഥാപനങ്ങളിലും അവർക്ക് പറ്റുന്ന രീതിയിലൊരു ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല അങ്ങനെ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ നമ്മള് ഓരോ സംരംഭങ്ങളെ ഇട്ടുകൊടുത്ത് അവരെ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതൊക്കെ മറ്റുള്ളവരാണെങ്കിൽ കൂടിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവരുടെ പേരിലാണ് ഈ സംരംഭം ആരംഭിക്കുന്നതും. അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ കുടുംബത്തിന് ഉണ്ടാക്കി ആ കുടുംബത്തിന് സന്തോഷപ്രദമായ ജീവിതം ബാധിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ഇവിടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി ഇവിടെ വിപണനം നടത്തുന്നു. അവരുണ്ടാക്കിയ ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അത് വിപണനം നടത്തുന്ന വഴി ഒരു ലാഭേച്ഛ അല്ല ഞങ്ങൾ അതിനകത്ത് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ജനങ്ങളുമായിട്ട് അവരെ തോളോട് ചേർന്ന് അല്ലെങ്കിൽ ജനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അവർക്കൊരു ബന്ധം ഉണ്ടാകത്തക്ക രീതിയിൽ അവരെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ചില്ല എന്ന സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ചില്ലയുടെ ചെയർമാൻ എന്ന് പറയുന്ന വ്യക്തിത്വമൻ, അദ്ദേഹം അഭിനയയുടെ തന്നെ ഡയറക്ടറായി നിൽക്കുന്ന നാടകത്തിന്റെ ആചാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ മലയാളികളുടെ. അപ്പം അദ്ദേഹം ആണ് ഇതിന്റെ ഡയറക്ടർ. ജനറൽ സെക്രട്ടറി ഞാനാണ്. ഡയറക്ടർ ഒരു അനിൽ എന്ന് പറയുന്നതിനായിട്ടുണ്ട്. ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ബി വ്യക്തിത്വമൻ. അദ്ദേഹം നാടകത്തിന്റെ മലയാളികൾ എല്ലാവർക്കും സുപരിചിതനാണ്. അഭിനയ എന്ന് പറയുന്ന നാടക തിയേറ്ററിന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഇതിലാണ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ഞാനാണെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇതിന്റെ ട്രഷറർ എന്ന് പറയുന്നത് രത്നകുമാർ. അതുപോലെ തന്നെ ബീന ടീച്ചർ, അല്ലാതെ ബീനയുണ്ട്. അല്ലാതെ നിങ്ങളുടെ പ്രിയങ്കരനായ, കാരണം അദ്ദേഹമൊക്കെ കൂടെ ചേർന്നാണ് നിങ്ങൾക്ക് അവിടെ ഒരു വീട് കിട്ടാൻ തക്കവണ്ണം പ്രാപ്തരാക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ കുരിയാത്തി, ദീപ, ഇവരൊക്കെയാണ് അവിടെ ഒരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 25 സ്ഥലം കിട്ടാൻ ഉള്ള വഴി തെളിയിച്ചത് ഇവരൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, അതുപോലെ തന്നെ അജിത്ത് എന്ന് പറയുന്നത് നേരത്തെ പ്രശ്നമായിരുന്നു, അദ്ദേഹവും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതാണെങ്കിൽ ആ ലക്ഷ്യം മുഖ്യധാരയിലെ ജനങ്ങളും അല്ലാതെ സൊസൈറ്റി, നമ്മുടെ സമൂഹവും അത് ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.